റവ ലഡു ഉണ്ടാക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് റവ ലഡു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഹെൽപ്പും മക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർക്ക് തേങ്ങ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കുറച്ച് ശർക്കരയും തേങ്ങയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഒരു പാനിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 അവിച്ച പഴവും വറുത്ത റവയും നല്ലവണ്ണം മിക്സ് ചെയ്യുക. കൈ ഇടരുത്, ചൂടാണ്, കൈ പൊള്ളും, സൂക്ഷിച്ച്. ആദ്യം ഇങ്ങനെ കൈ തൊടാതെ നല്ലവണ്ണം കുഴയ്ക്കണം. പിന്നെ കുറച്ച് ചൂട് പോയിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. കുഴച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഇങ്ങനെ മാറ്റിയാൽ പറ്റില്ല, ഒരു ഉരുണ്ട ആയിട്ട് നമുക്ക് മാറ്റണം. ഇങ്ങനെ ഈ ഉരുണ്ട തിന്നാനാണ് ഇവിടെ 3 കുട്ടികൾ കിടന്ന് എൻ്റെ ചുറ്റും കറങ്ങി കളിക്കുന്നത്. പക്ഷേ ഈ ഉരുണ്ട ഞാൻ കൊടുക്കില്ല. ഇതിന് സ്റ്റീമിൽ എനിക്ക് വേവിക്കണം, എന്നിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല, കൊടുക്കില്ല. ഇത് സ്റ്റീമിൽ വേവിച്ചിട്ട് ലഡുവാക്കി കൊടുക്കാം. ഇപ്പോൾ കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ഒരെണ്ണം കൊടുത്താൽ ഇവരെല്ലാം തീർക്കും. പിന്നെ എൻ്റെ കച്ചവടം പാതി വഴിയിൽ കൂട്ടേണ്ടി വരും. ഒരുത്തി ഓടെയാണ് ലഡു കൊടുക്കാത്തില്ല, കണങ്ങി. ദേവന്മാർ 2 പേർക്ക് ഞാൻ കൊടുക്കില്ല. അങ്ങനെ ഒരു ഇലയിൽ, വട്ട ഇലയിൽ നമ്മളിത് വെച്ച് സ്റ്റീമിൽ വേവിക്കുകയാണ്. ഇതൊരു ഇഡലി പാത്രമാണ്. ഇതിൽ വെള്ളമുണ്ട്, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഒരു തട്ടിൽ ഇല വെച്ച് നല്ലോണം സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ലഡു. ഇതിനിടയിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ലഡു ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പൊടിച്ച് എന്തൊരു ടേസ്റ്റ്! ആഹാ,